സത്യം പറയല്ലോ, ഞാൻ ഐ എം ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. നല്ല സംവിധായകരോട് വരുമ്പോ നമ്മൾ അഭിനയിക്കും, മോശം സംവിധായകരോട് വരുമ്പോ നമ്മൾ മോശമായിട്ട് അഭിനയിക്കും. ചേച്ചിക്ക് ബുദ്ധിപരമായ ഉത്തരവാണ് വേണ്ടത്. എന്താണ് ഇങ്ങനെ കണ്ണട വെച്ച് വരുന്നതിന്റെ കാരണം? കണ്ണട വെച്ച് കണ്ണിന് കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ് സാർ. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ഗ്ലാസ് മാറ്റിയാൽ സാറിന്. വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുപിടുന്ന 2 ഫ്രണ്ട്സ്. എനിക്ക് ഇവനെ കഷ്ടപ്പെടുത്തിയിട്ടില്ലേ? വിനീത് അവിടെ ഇരിക്കുന്നുണ്ട്. 2 കോടി രൂപ വാങ്ങിക്കുന്ന ഇവൻ ഇത്ര ചുമ്മാ 3 കോടി വാങ്ങിക്കുന്ന ഞാൻ 30 ലക്ഷം. 10% സാലറിയിലാണ് നമ്മള് അല്ലേ പിടിച്ചേ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. ലോഡ്ജ് സെറ്റപ്പിലാണ് ഞങ്ങള് താമസിപ്പിച്ചത്. അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. വേറെ സ്റ്റാർസ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ? അതെ അതെ. ഇതാണ് നിന്റെ മുറി. താങ്കളുടെ ക്യാരക്ടർ താങ്കൾ ഭയങ്കര കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചു വന്ന് ഭയങ്കരമായിട്ട് ഡയറക്ടറോടും താങ്കൾ പറയാം ഇതങ്ങനെയല്ലോ അങ്ങനെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിച്ചോ? എന്താ പറയാ, ഇവ മുമ്പിൽ ഇരിക്കുമ്പോഴേ പറ്റൂല, പതറിപ്പോവും. അതുകൊണ്ടല്ല, ഓപ്പോസിറ്റ് കൊഞ്ഞനെ കുത്തി കാണിക്കുക. നിക്കാൻ പറ്റില്ല എന്റെ കൂടെ, എന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അത് ഞാൻ അംഗീകരിച്ചു. എക്സ്പീരിയൻസിന്റെ കാര്യത്തില് യുവ നടന്മാരിൽ ഇവന്റെ അത്ര എക്സ്പീരിയൻസ് വേറെ ആർക്കൂല. കോമൺ സെൻസ് സീരിയലാത്തോണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. ഒരു സീൻ എത്ര ഡയറക്ടറോട് ചോദിച്ചു? 18 ടേക്ക്. അന്ന് പെർഫെക്ഷന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ഇവനെ പോലെ വേണമെങ്കിൽ ഒറ്റ ടേക്കില് ഒരു പന്നസാരം ചെയ്തിട്ട് പോവാം. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. 18 ടേക്കിലല്ലേ? എന്താ പ്രശ്നം അറിയാമോ? ഡയലോഗ് തെറ്റിച്ചിട്ടാ എല്ലാം ഒരേപോലെ ചെയ്യുന്നേ. ഇവർ ഓപ്പോസിറ്റ് ഇരിക്കുമ്പോ നമുക്ക് അത് ഡയലോഗ് അത് പതറി പോകുന്നോണ്ടല്ല, ഇവിടെ ഇരുന്ന് നമ്മളെ അങ്ങ് എന്താ പറയാ മാനസികമായിട്ട് കരഞ്ഞുപോയി. സീനിലില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് എന്നോട് പറഞ്ഞു ഇത് ഞാനൊന്ന് ചെയ്തോട്ടെ. അങ്ങനെ ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എന്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ബേസി ധ്യാനം ഇല്ലാത്തപ്പോ നീ സൂപ്പർ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. അവരുള്ളപ്പോ അത് എന്റെ മിക്കവാറും ടേക്ക് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്ക് സൂപ്പർ പറയും എന്റെ ഇതിനകത്ത്. ഇവന്റെ വന്ന ദിവസം ഒന്നും പറയണില്ല. നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. ഇവനതിന് ഭയങ്കര വിഷമം, അസൂയ, കോംപ്ലക്സ് ആയി. എന്റെ ചേട്ടനാണ് ഈ പടം ഡയറക്ട് ചെയ്തത്, ഞാനാണ് ഈ പടത്തിലെ ഇവനാണ് ഈ പടത്തിലെ നായകൻ. നന്നായിട്ട് ചെയ്യൂ അങ്ങനെ ഇവരോട് ടേക്കിന് മുന്നേ പറയും, ഗുഡ് ആയിട്ട് ചെയ്യൂ, വണ്ടർഫുൾ ആയിട്ട് ചെയ്യും. ടേക്കിന് ശേഷം ടേക്കിന് മുമ്പേ പറഞ്ഞിട്ടുള്ളൂ, ടേക്കിന് ശേഷമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വിനീതിനൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാരും അദ്ദേഹത്തിന് നല്ലോണം കഷ്ടപ്പെടുത്തിണ്ടെന്ന് പറഞ്ഞു. കോൺട്രാക്ട് എടുത്ത പോലെ ഞാൻ വിളിച്ചിരുന്ന ബിൽഡിംഗ് കോൺട്രാക്ട് രാവിലെ വരും. നമ്മളെ DOP ഉണ്ട്, അവൻ രാവിലെ വന്നിട്ട് എന്നോട് സേട്ടാ കിതർ കാം കിതർ കാം എന്നാ അങ്ങനെയായിരുന്നു. ഇത് 4ാമതൊരുത്തിന് വേണ്ടി ഞാൻ എവിടെ പോയി അന്വേഷിക്കുന്നു? പണവും പാടാവും നമുക്കുണ്ടിനാ സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണമുണ്ടല്ലോ. എത്ര ദിവസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കോമ്പിനേഷൻ ഷോട്ട്? 10 അപ്പൊ മറ്റുള്ളവരെ കൂടെ 9 ദിവസം 2 ദിവസം ഇവന്റെ ടേക്ക് റിഹേഴ്സൽ മറ്റേ ഡയലോഗ് ഇടിച്ച ദിവസം 2 ദിവസം എക്സ്ട്രാ വന്നാ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഞാൻ അന്നത്തെ ദിവസം ഇത്തിരി ഓഫായിരുന്നു, വയ്യാണ്ടായി പോയി. ഭാഗ്യത്തിന് എനിക്ക് അങ്ങനത്തെ കടുകട്ടി സീനുകളൊന്നും ഉണ്ടായിരുന്നില്ല. പടത്തിലേ അതെ, ഈ കളർ എനിക്കിട്ടാണോ നിനക്കിട്ടാണോ പോകുന്നത്, എനിക്കത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഈ സിനിമ പ്രൊഡ്യൂസറോട് ചോദിച്ചോട്ടെ, ഏറ്റവും സന്തോഷകരമായ ദിവസം പാക്കപ്പിന്റെ ദിവസമായിരുന്നു അതോ എന്തായിരുന്നു ഇവരുടെ കൂടെ ഇരിക്കുന്ന ദിവസങ്ങൾ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ക്രിക്കറ്റ് കളി ഒരു 6ന്റെ പേരിൽ 2 മണിക്കൂർ പോയിട്ടുണ്ട്. 2 മണിക്കൂറാ? 2 മണിക്കൂർ എന്തൊരു കള്ളക്കളിയാണെന്നറിയാം ചേച്ചി. അതല്ലേ
ഇവന് കളിക്കാൻ വേണ്ടി കുറച്ച് ഈ ഭക്ഷണ കാര്യത്തിൽ അദ്ദേഹത്തിന് വലിയ ഇതാണല്ലോ, എല്ലാ ഷെഡ്യൂൾ കഴിയുമ്പോഴും എല്ലാവരും ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയത്. നിങ്ങളൊക്കെ അതിന്റെ പാർട്ടായിരുന്നു? ഞാൻ പാർട്ടിലായിരുന്നു. ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ ഡയറ്റും ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആയിരുന്നു. അടിപൊളി. എനിക്ക് എന്റെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തിരുന്നു. ഈ ചേട്ടൻ ആടുജീവിതം പോലെ പട്ടി ചെയ്തിരുന്നു. ഈ ചേട്ടൻ അഭിനയിക്കുമ്പോഴേ, ചേട്ടൻ ആക്ഷൻ വിളിക്കുമ്പോഴേ, അവനോട് ഡയറക്ടർ ആണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഈ അഭിനയം പാഠം പുറത്തേക്ക് സത്യം പറയാം, എന്റെ പല പെർഫോമൻസും കണ്ടിട്ട് പുള്ളി കരഞ്ഞിട്ടുണ്ട് അവിടെ ഇരുന്നിട്ട്. അങ്ങനെയല്ല ശൃംഗാരം ചെയ്യൂ. ഇങ്ങനെയാണോ ഞാൻ കാണിച്ചത്? ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് ഈ പടത്തിൽ എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രശ്നമുണ്ട്. എല്ലാ ഡയലോഗിലും ഇവനെ സാറെന്ന് വിളിക്കണം. അവിടെ തന്നെ എന്റെ കഴിഞ്ഞ് തീരും. പിന്നെ ഇപ്പൊ ചേച്ചി ഞാൻ വരട്ടെ സാറേ, വെറുതെ സാറേ, എന്താ സാറേ, വീട് സാറേ, സാറേ ഇത് അതൊന്നല്ല. അത് അവൻ മലയാളം പോലും അപ്പൂനാണെങ്കിൽ മലയാളം ഇംഗ്ലീഷിലാക്കി അവൻ ആ ഫുൾ സ്ക്രിപ്റ്റ് പഠിച്ച് ഫുൾ ഇതായിട്ടാണ് പ്രിപ്പയർഡ് ആയിട്ടാണ് വരുന്നത്. സീൻ ഏതാന്ന് പോലും അറിയാത്ത ആളാണ് നമ്മളെന്താ. അടുത്ത സിനിമയിൽ ഡയറക്ട് ചെയ്യുമ്പോൾ ധ്യാനം വിളിക്കും. ഒരിക്കലും ഇല്ല. എനിക്ക് ആ സിനിമ മനസ്സമാധാനത്തോടെ ഷൂട്ട് ചെയ്ത് തീർത്ത് വിട്ട് പോവാന്നുള്ള. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഞാൻ ഏറ്റവും മോശമായിട്ട് അഭിനയിച്ച എനിക്കൊന്ന് കുഞ്ഞിരാമായണം. എനിക്കത് തീരെ വർക്കായിട്ടില്ല. ഞാൻ കാണുമ്പോൾ ചാനൽ മാറ്റി പെർഫോമൻസ് എനിക്കത് ഇപ്പൊ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തു. ചില സമയത്ത് ഇവരിക്കുമ്പോൾ ഞാനും പ്രൊഡ്യൂസർ എന്ന് മറന്നു പോകും. പിന്നെ ഞാൻ ഇതിനകത്ത് കയറും. പിന്നെയാണ് മനസ്സിലാവും അയ്യോ പ്രൊഡ്യൂസർ ആണല്ലോ. പിന്നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കും അത് ഈ കള്ളന്മാരെ കാണുമ്പോ ഞാനങ്ങ് മറക്കും. നിങ്ങളുടെ ഈ കളിയില്ലേ നിങ്ങൾ കുട്ടികളുടെ കൂടെ എങ്ങനെയാ? കുട്ടികൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഭയങ്കര സ്നേഹമാണ്. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. നിങ്ങളുടെ ഈ മലയാളം തമാശകൾ എപ്പോഴും പ്രണവിന് മനസ്സിലാവാറുണ്ടോ? നല്ല എൻജോയ് ചെയ്യാറുണ്ട്. എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. മനസ്സിലായിട്ടാണോ എന്നറിയില്ല, ചിരിക്കാറുണ്ട്. വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ എന്തായിരുന്നു ഒരു ചിന്ത? അതെങ്ങനെയായിരുന്നു അതിലേക്ക് ആ ക്യാരക്ടറിലേക്ക് കയറി വന്നത്? പക്ഷെ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡയറക്ടർ പ്രിയപ്പെട്ടവരെ, ഇത് വളരെ നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി എന്റെ എല്ലാ ഇതും ഞാൻ നൽകും. പിന്നെ എന്റെ മാത്രം ഒരു ഇത് കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഒരു ഇതുണ്ടെങ്കിൽ ഇത് കുറച്ച് കൂടുന്നുണ്ട്. എന്താ ചേച്ചി കയറിയിട്ട് സ്വിച്ചിന്റെ പോലെ മാറി ഭാവങ്ങള് മാറി ഓടി പോയത് കണ്ടില്ല. ഞാൻ അതിലേക്ക് പോയി ഒരു ഭാവം ഇല്ലായിരുന്നു. ഭാവങ്ങളൊക്കെ പോയി. എനിക്കിപ്പോ ഈ ലുക്കിലൊന്നും വരില്ല. ഞാൻ കണ്ണ് ചീഞ്ഞളിഞ്ഞിരിക്കുകയാണ്. പറ്റൂല. സമ്മതിച്ചു നിങ്ങളെ ഞാൻ സമ്മതിച്ചു. സന്തോഷായി. കണ്ടു നോക്കൂ. ധ്യാൻ ശ്രീനിവാസൻ, ബേസിൽ, സാക്ഷാൽ എന്താ പറയാ, ഇവരെയൊക്കെ വഹിച്ച പ്രൊഡ്യൂസർ വിശാൽ സുബ്രഹ്മണ്യം. അന്റെ സേവനങ്ങൾക്ക് പെരുത്ത് നന്ദി. ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ? ദി ഗ്രേറ്റ് അലിബായ്. അവിടെ കിടന്ന് വിനീത് തലകുത്തി പറഞ്ഞിരിക്കുകയാണ്.